കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊക്കെയുള്ളൊരു കൺസേൺ ആണ്. അതായത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ കുട്ടികൾ തളർന്നു പോകുന്നു, അവർക്ക് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല, ഇതൊക്കെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് പാരൻറ്റിങ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇമോഷണലി സ്ട്രെങ്ത് ഉള്ള ആൾക്കാരായിട്ട് വളരുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ തളർന്നു പോകാൻ പാടില്ല എന്നോ ദേഷ്യം പിടിക്കാൻ പാടില്ല എന്നോ അങ്ങനെയൊന്നുമല്ല. ഇമോഷണൽ റെഗുലേഷൻ നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാം, ഇതൊക്കെ സംഭവിക്കാം. ഒരാളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, നമ്മൾ തളർന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാകും, നമ്മുടെ കൺട്രോൾ വിട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അങ്ങനത്തെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും എത്രയും പെട്ടെന്ന് നോർമൽസി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. അങ്ങനെ നമ്മൾ കുട്ടികളെ വളർത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ പാരൻറ്റിങ്ങിൽ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ പാരൻറ്റിങ്ങിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന 3 മിസ്റ്റേക്സ് ഉണ്ട്. എല്ലാവർക്കും പൊതുവേ ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതെന്താണെന്ന് നോക്കാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവാണ്. നമ്മുടെ കുട്ടികൾ ഒരു ഫെയിൽ ആവാനുള്ള, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള, അവരൊരു ഒരു ഒരു സാഹചര്യം മറികടക്കാനുള്ള സാഹചര്യം ഒന്നും നമ്മൾ ഉണ്ടാക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കും. അവർക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് നടത്താനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കും. കാരണം പൊതുവേ പേരൻസ്, അത് നമുക്ക് പാരൻസിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മുടെ കുട്ടികൾക്കെല്ലാം ബെസ്റ്റായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള വാക്കുകൾ നമുക്കില്ല. ഇല്ല എന്നല്ല, നമ്മളതങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നമുക്ക് ദേഷ്യം പിടിക്കും, അതിൻ്റെ പേരിൽ നമ്മൾ കരഞ്ഞിരിക്കും. പക്ഷെ എന്താണ് നമ്മുടെ വിഷയം എന്നുള്ളത് നമ്മൾ പറയാനുള്ളത് നമ്മൾ കുട്ടികൾക്കുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ അതിന് കറക്റ്റായിട്ട് വോക്കലൈസ് ചെയ്യണം, അതിനൊരു വൊക്കാബുലറി നമ്മൾ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കുന്നില്ല. അതായത് പിന്നെ നമ്മുടെ കയ്യിൽ പറ്റുന്ന മറ്റൊരു വലിയ മിസ്റ്റേക്കാണ്, നമ്മൾ കുട്ടികളെ ക്രിറ്റിസൈസ് ചെയ്യും, പക്ഷെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യില്ല. അതായത് അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ, നീ എന്താണ് കാണിച്ചു വെച്ചത്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഈ രീതിയിലാണ് പറയുക. പക്ഷെ നമ്മൾ ഒരു പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി, ഒരു സബ്ജക്റ്റിന് കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ എക്സാമിന് മാർക്ക് കുറഞ്ഞു, നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വഴക്ക് പറയും. പക്ഷെ നമ്മൾ ഒരിക്കലും അത് പ്രോപ്പറായിട്ട് നിനക്ക് മാർക്ക് കുറയാനുണ്ടായ കാരണം എന്താണ് അത് നോക്കി അതിനെ കറക്റ്റായിട്ട് വിലയിരുത്തി നമ്മുടെ പഠിത്തത്തിലുള്ള നമ്മുടെ മിസ്റ്റേക്കാണിത് എന്നുള്ള രീതിയിൽ അവർക്കത് തിരുത്തി കൊടുക്കാനുള്ള നമ്മൾ കറക്റ്റായിട്ട് ഗൈഡൻസ് നമ്മൾ കൊടുക്കാൻ നമ്മൾ പലപ്പോഴും മറക്കും. ഇനി ഇതൊക്കെ മറികടക്കാനുള്ള 5 വഴികളാണ് ഞാനിനി പറയാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ മോഡൽ ചെയ്യാം. നമ്മൾ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ആളുകളാവുക. കാരണം കുട്ടികൾ എപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടല്ല പഠിക്കുന്നത്, അവർ കണ്ടും കേട്ടുമാണ് പഠിക്കുന്നത്. നമ്മളിൽ നിന്നാണ് പലതും പഠിച്ചെടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നമ്മുടെ ടെമ്പർ ലൂസ് ചെയ്യാതെയും നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാതെയൊക്കെ നമ്മളെങ്ങനെയാണ് ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് കണ്ടുപഠിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് മോഡലായിട്ട് എങ്ങനെ ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കാം എന്നുള്ളത് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. പിന്നെ അവരുടെ ഇമോഷൻസിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. ഇപ്പോൾ അവർ എന്തിനാണോ കരയുന്നത്, എന്തിനാണോ ദേഷ്യം പിടിച്ചത്, ഇപ്പോൾ മാർക്ക് കുറഞ്ഞോ, ഓക്കെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, മാർക്ക് കുറഞ്ഞത് കൊണ്ടാണ് സങ്കടമായത്, അല്ലെങ്കിൽ നമ്മളൊരു മത്സരത്തിൽ തോറ്റുപോയത് കൊണ്ടാണ് സങ്കടമായത്. അപ്പോൾ നമ്മൾ അവരുടെ ഇമോഷൻസ്, നിനക്ക് വിഷമമായി എന്ന് എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ എനിക്ക് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്, നിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ രീതിയിൽ നമ്മൾ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവും ഉണ്ടാവും. അതുപോലെ അവർ ലൈഫിൽ എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ അവർക്കതെങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതും അവർ പഠിക്കും. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, തോൽവി എന്ന് പറയുന്നത് എന്തായാലും ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തോൽവി ഫേസ് ചെയ്യാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ തോൽവി എന്ന് പറയുന്നത് നമുക്കങ്ങനെ ഷെയിം ആയിട്ടിരിക്കാനോ അല്ലെങ്കിൽ നമ്മളെന്തൊരു മോശം ആളാണെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നമ്മൾ കുട്ടികൾക്ക് അവർക്ക് തോക്കാനുള്ള വഴികളും തോക്കാൻ വേണ്ടി നമ്മളങ്ങ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഇപ്പോൾ നമുക്ക് സാധാരണ കാണുന്നതാണ് കുട്ടികൾ, അവർ എന്തെങ്കിലും ഒരു സാധനം, ഞാനില്ല, എനിക്ക് കിട്ടില്ല, ഫസ്റ്റ് കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ജയിക്കില്ല, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല, എന്തെങ്കിലും ഒരു ടെസ്റ്റ് എഴുതാനാണെങ്കിലോ അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതാണെങ്കിലോ, ഇല്ല എനിക്ക് കിട്ടില്ല, എന്നേക്കാൾ നന്നായി പെർഫോം ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, ആ രീതിയിലല്ലാതെ തന്നെ തോറ്റാലും കുഴപ്പമില്ല, നമ്മൾ പങ്കെടുക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് അതൊരു എക്സ്പീരിയൻസ് ആണ്, ഈ രീതിയിൽ വേണം നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് അവരെ പഠിപ്പിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നു, അത്
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടിക്ക് അറിയാമല്ലോ. അപ്പോൾ കുട്ടികൾ പറയും, എനിക്ക് ഈ ലെസൺ എനിക്ക് അത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, ഇത് കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടുമായിരുന്നു. അതുപോലെ എന്ത് കാര്യമാണെങ്കിലും ലൈഫിൽ ഇപ്പോൾ അവർ നമ്മളെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കുട്ടികൾ വരും. അപ്പോൾ അവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ ഇപ്പോൾ ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റ് ആവില്ല, പെർഫെക്റ്റ് ആവില്ല, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ ഒട്ടിപ്പോവും, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉടനെ ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇതൊന്നും വേണ്ട, ഇപ്പോൾ കിച്ചണിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ രീതിയിലല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളതിന് ഗൈഡ് ചെയ്യുക, അത് എങ്ങനെ പ്രോപ്പറായിട്ട് ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ അവർ പഠിക്കും. അങ്ങനെയുള്ള ഇതിങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ലൈഫിൽ ശീലിച്ച് വരുന്ന കുട്ടികൾ ലൈഫിൽ വലിയ പ്രോബ്ലംസ് വരുമ്പോഴും തളർന്ന് നിൽക്കാതെയോ പകച്ച് നിൽക്കാതെയോ അതെങ്ങനെ സോൾവ് ചെയ്യാം, അതിനുള്ള ഉത്തരം എന്താണ്. ഇപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരിൽ നിന്ന് തന്നെ നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അവർ ആ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അവർ പഠിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമുണ്ട്. അവരുടെ ഇമോഷൻസിനെ നമ്മൾ ഡിസ്മിസ് ചെയ്ത് കളയരുത്. അതായത് ഒരു കുട്ടി വിഷമിച്ച് കരയുമ്പോൾ അവിടെ കരയാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല, മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുമ്പോൾ ഈ മാതിരി സ്വഭാവം ഇങ്ങോട്ട് കാണിക്കേണ്ട, ആ രീതിയിലൊന്നും നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അവരുടെ ഇമോഷൻസ് നമ്മൾ ഡിസ്മിസ് ചെയ്യരുത്, വാലിഡേറ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് വേണ്ടിയിട്ട് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ പ്രോബ്ലംസ് അവരെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യിപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് കൊടുക്കരുത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ഒരിക്കലും അവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. സ്വന്തം സഹോദരങ്ങളായിട്ടാണെങ്കിലും അടുത്ത വീട്ടിലെ കുട്ടിയായിട്ടാണെങ്കിലും ആരായിട്ടാണെങ്കിലും ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആത്മവിശ്വാസം തകർന്നു പോകും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു കുട്ടികളെ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള, ഇമോഷണൽ റെഗുലേഷൻ ഉള്ള വ്യക്തികളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ ഉള്ള വഴികൾ. അപ്പോൾ നമുക്ക് ഗുഡ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് പാരൻ്റ് എന്നല്ല അർത്ഥം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് റിസൾട്ട് എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇമോഷണൽ റെഗുലേഷനുള്ള കുട്ടികളായിട്ട് നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്. ഇനി അതല്ല, ആരെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് ആർക്കെങ്കിലും ഈ വീഡിയോ ഇതുപോലത്തെയുള്ള കാര്യങ്ങൾ അറിയണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇമോഷണൽ റെഗുലേഷൻ നമുക്കൊരു ഹാബിറ്റ് ആക്കുക, അതൊരു റിച്വൽ ആക്കുക. അതായത് സ്ഥിരമായിട്ട് എക്സസൈസുകൾ ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അതുപോലെ ഇമോഷണൽ റെഗുലേഷൻ കുറവുള്ള കുട്ടികൾ നമുക്ക് എല്ലാ കുട്ടികൾക്കും നമുക്ക് ജേർണലിങ് ചെയ്യിക്കാം. ഡയറി ഒക്കെ എഴുതുന്ന പോലെ തന്നെ അവരെ കൊണ്ട് ആ ഇമോഷൻസ് എന്തൊക്കെയാണ്, അവരുടെ ഒരു ദിവസം ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അവരെ കൊണ്ട് എഴുതിക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ട്രെങ്ത്, ഒരു മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാൻ, നമുക്ക് ഇമോഷണൽ റെഗുലേഷൻസ് ഉണ്ടാക്കാനും ഏറ്റവും നല്ല വഴികളാണ്.